പെരുമ്പാവൂർ ജിഷ വധക്കേസിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ലേ? പെരുമ്പാവൂർ ജിഷ വധക്കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പിണറായി സർക്കാർ ജിഷ വധക്കേസ് തെളിയിച്ചുകൊണ്ടാണ് ഭരണത്തിലേക്ക് കയറിയത്. പിണറായി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ശരിക്കും ജിഷ മരണപ്പെടുന്നത്. ജിഷയെ കൊന്നവനെ പിടിക്കാനായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചില്ല. പിണറായി സർക്കാർ വന്ന് 50-ാമത്തെ ദിവസം ആ പ്രതിയെ പൊക്കിയെന്നുള്ളതാണ്. ഇത് വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കൊലപാതകമായിരുന്നു, ഒരു കേസായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായിട്ട് പെരുമ്പാവൂരുള്ള ആളുകൾ റോഡിലൂടെ പന്തമൊക്കെ കത്തിച്ച് പിടിച്ച് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആളുകൾക്ക് അത്രയും പൊറുതിമുട്ടിയിട്ടാണ് അവർ ഈ ഒരു പ്രതിഷേധമായിട്ട് റോഡിൽ ഇറങ്ങിയത്. അധികാരികളുടെ കണ്ണിൽ ഇത് പെടണം. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് എടുക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഈ കുട്ടികളായാലും സ്ത്രീകളായാലും ഇതുപോലെ ബലിയാടാകുന്നത്. കാരണം അധികാരികളുടെ അവരുടെ ആ ഒരു എന്താ പറയുക, ഇത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധ പുലർത്താത്തത് കൊണ്ടാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വടക്കേ ഇന്ത്യക്കാർ വന്ന് താമസിക്കുന്ന, ജോലി ചെയ്യാനായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരുമ്പാവൂർ, ആലുവ പോലുള്ള സ്ഥലങ്ങൾ. നമുക്കറിയാം, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ അവരാണ്, വടക്കേ ഇന്ത്യക്കാരാണ്. നമുക്കൊരിക്കലും അവരെ തടസ്സം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മലയാളികളും ഇതുപോലെ തന്നെ വിദേശത്തും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തും പോയി ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് ആരും വരരുത് എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് ഒന്നും നമുക്കില്ല. പക്ഷേ നമ്മൾക്കൊരു റൈറ്റ്സ് ഉണ്ട്. ഈ വരുന്നവന്മാരുടെ ബാക്ക്ഗ്രൗണ്ട്, അവന്മാരുടെ ID പ്രൂഫ് ഇന്ന് നമുക്കറിയാം, കേന്ദ്രം ആധാർ എന്ന് പറയുന്ന സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. ID പ്രൂഫ്, നമുക്ക് ആധാർ എന്ന് പറയുന്ന സാധനം നോക്കിയിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, അല്ലേ? ഇപ്പം നമ്മൾ ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരുത്തൻ ട്രെയിൻ കയറി, ഇപ്പോൾ ഇവന്മാർ ഫ്ലൈറ്റിലൊന്നും അല്ല വരുന്നത്. ഈ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കേസും കാര്യം ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ പിടിക്കും. പക്ഷേ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്ര ക്രിമിനലാണെന്ന് പറഞ്ഞാലും, എത്ര കൊടും കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും, അവന് സുന്ദരമായിട്ട് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് യാത്ര ചെയ്ത് ഏത് സംസ്ഥാനത്തിനുള്ളിലും പോവാം. മനസ്സിലാകുന്നുണ്ടോ? നമുക്കറിയാം, ഇവന്മാരുടെയൊക്കെ പലരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളുടെ വിയ്യൂർ അല്ലെങ്കിൽ പൂജപ്പുരയിൽ കിടക്കുന്ന ഈ അങ്ങേറ്റം വലിയ ക്രിമിനൽസിൻ്റെ അപ്പന്മാരായിട്ട് വരും ഇവന്മാർ. നമ്മുടെ ഈ പെരുമ്പാവൂർ, ആലുവയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യുവന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇവിടുത്തെ കോടികെട്ടിയ ക്രിമിനൽസിൻ്റെ അപ്പന്മാരായിട്ട് വരും ഇവിടെ വന്ന്. ഇപ്പോൾ ഈ പറയുന്ന ആലുവ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ജോലി ചെയ്യുന്ന പല വടക്കേ ഇന്ത്യക്കാരുടെയും ചരിത്രം എടുത്ത് നോക്കിയാൽ. പക്ഷേ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. ഭായിമാർ നല്ലവരും ഉണ്ട്, നല്ലതുപോലെ ജീവിക്കുന്നവരും, നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരും, ജോലിയെടുത്ത് ആത്മാർത്ഥമായിട്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ക്രിമിനൽസും ഉണ്ട്, പക്ക ക്രിമിനൽസ്. അത് ഇവന്മാർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാനോ നമ്മുടെ നിയമം